ഒരു മുറൈ വന്നൊരു പാതായ തിരുമേനി, ഈ സാധു പ്രാണിക്ക് തീപ്പൊള്ളുന്ന പനിയാണ്. നമ്മുടെ ക്രോസിനാദി വടകം റെഡിയായോ? ക്രോസിനാദി വടകം റെഡി ആയിക്കൊണ്ടിരിക്കണു. 6 നേരം വിഴുങ്ങാനുള്ളത് എടുത്തു കൊടുത്തോളൂ. അടിയൻ 2 നേരം കഴിച്ചാൽ തന്നെ പനി മാറും. എന്നാലും മരുന്ന് നിർത്തണ്ട. ഈ ക്രോസിനാദി വടകം എന്ന് പറയുന്നത് 17 പച്ചമരുന്നുകളുടെ ഒരു അപൂർവ സംഗമ. ഒരു കാര്യം മറക്കണ്ട, പരമാനന്ദ ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ച് വേണം സേവിക്കാൻ. എഴുന്നേറ്റോളൂ. അടുത്ത ആള് വരൂ. ഇനി കാണിക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ഒരു സ്ഥലവുമില്ല. ഓരോ മരുന്ന് കഴിക്കുന്തോറും വലിവ് കൂടാന്നല്ലാതെ കുറയണില്ല. കുറയില്ല മുജ്ജന്മ ബാബ. ഇപ്പോഴെങ്കിലും ഇവിടെ എത്തിയത് ഭാഗ്യായി. ഞാൻ ഏറ്റു. എടോ ചാക്കോ, ഗുരുതരമായ ഒരു പ്രതിസന്ധി കടന്നു വന്നിരിക്കുകയാണ്. മനസ്സിലായി. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ കിഴവൻ അന്ത്യശ്വാസം വലിക്കും. നമ്മുടെ ആസ്പ്രിനാദി വടകവും ജലൂസിലാദി ലേഹ്യവും ഒന്നും വിലപ്പോകുന്ന ലക്ഷണമില്ല. ആസ്മയുടെ വലിവ എന്ത് ചെയ്യും? ആസ്മയുടെ വലിവ എന്ത് ചെയ്യും? ആടലോടകത്തിന്റെ ഇലയോടൊപ്പം കുറച്ച് വിക്സും കൂടി അരച്ചു കൊടുത്താലോ? എന്നിട്ട് ആളെ കൊല്ലാനോ? വിക്സ് പുറത്തല്ലോടെ പറഞ്ഞിട്ട് അതകത്ത് കഴിക്കാനുള്ളതാ? ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ഏറ്റ ആസ്മാക്കാരെയൊക്കെ നമ്മുടെ വരി നിർത്താലോ? ഏറ്റില്ലെങ്കിൽ കെട്ടും കെട്ടി സ്ഥലം വിടുകയും ചെയ്യാം. ഇതുവരെ ഉണ്ടാക്കിയെടുത്ത പേര് എന്ത് വില കൊടുത്ത് നിലനിർത്തിയേ പറ്റൂ. അലമാരി കുറച്ച് ബ്രാൻഡ് ഇരിപ്പുണ്ട്. അതിലൊരു പെഗ്ഗെടുത്ത് അതിൽ കുറച്ച് വിക്സ് മിക്സ് ചെയ്ത് കൊടുത്താലോ? നിർത്തണം. തനിക്ക് വിക്സിന്റെ ഏർപ്പാട് മാത്രമേ അറിയൂ. ചൂടായതുകൊണ്ട് കാര്യമില്ല. ഈ വേഷമൊക്കെ വലിച്ചു വാരി കേട്ടുമ്പോ ആലോചിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. താനും വലിച്ചു കേട്ടിട്ടുണ്ടല്ലോ ഒരിക്കലും ചേരാത്തൊരു വേഷം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ ചാക്കോ ഇതുവരെ അന്തസ്സായിട്ട് ജീവിച്ചിട്ടുള്ളൂ. ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അടിയൻ സാമി എന്നൊക്കെ ഞാൻ പറയും. അത് താനൊരു താപ്പാക്കരുത്. ഈ ബിസിനസ്സിൽ 40% എനിക്കും 60% ലാഭം തനിക്കുവാ. ആ നിലയ്ക്ക് താൻ സ്വന്തമായിട്ട് ആലോചിച്ച് എന്താ വേണ്ടെന്ന് ചെയ്യ്. അല്ല പിന്നെ ചാക്കോ, ഒരാപത്ത് വരുമ്പോ കൈ എവിടെയരുത്. താനൊരു കാര്യം ചെയ്യ്. ആ ബ്രാൻഡിയിൽ കുറച്ച് ചൂടുവെള്ളം, ചുക്ക്, കുരുമുളക്, ഏലക്ക ഇതൊക്കെ ചേർത്ത് അയാൾക്ക് കൊടുക്ക്. ഇതിലും ഭേദം കുറച്ച് രസം വെച്ച് കൊടുത്താ പോരെ? താൻ പറഞ്ഞത് ചെയ്താൽ മതി. എന്തായാലും ദോഷമൊന്നും വരില്ല. ആൽക്കഹോൾ അല്ലേ. എന്നിട്ട് അയാളോട് നാളെ വരാൻ പറയും. അയാൾ വരുമെന്ന് തോന്നുന്നില്ല. കാരണം അയാൾ ഇന്ന് തന്നെ കാലിയാവും. താൻ വരാൻ പറയടോ. എന്തിനാടോ? അതിന് വേറെ വഴിയുണ്ട്. എന്ത് വഴി? ഈ വലിവ് തുടങ്ങിയിട്ട് എത്ര കാലായി? കുറച്ചു കാലായിട്ടുള്ളൂ. കൊറേ കാലായി. ഇത്തിരി കോംപ്ലിക്കേറ്റഡാ. സാരമില്ല. ഈ ഗുളിക ഒരാഴ്ച കഴിച്ചാ മതി. ശരിയായിക്കോളൂ. താങ്ക് യു ഡോക്ടർ. ഈ പിള്ളവാദം, ആമവാദം, സ്തംഭിതവാദം, രക്താർബുദം, ഗുന്മൻ, ആന്ത്രവായു, ക്ഷയം, കുഷ്ഠരോഗം എന്നിവയ്ക്കുള്ള മരുന്ന് കൂടി ഒന്ന് കുറിച്ച് തരൂ ഡോക്ടർ. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? കുടുംബാംഗങ്ങൾക്ക് ഈ ജാതി അസുഖങ്ങൾ ഉണ്ടായാൽ പ്രാഥമിക മരുന്നുകൾ കൈവശം ഉണ്ടെങ്കിലേ ഇത്രയും ദൂരം വരാണ്ട് കഴിയാലോ അല്ലേ? കൺസൾട്ട് ചെയ്യാതെ എങ്ങനെയാ മരുന്ന് കുറിച്ച് തരാൻ പറ്റുക? അത് ഡോക്ടർ ഞങ്ങളെ സഹായിച്ചേ പറ്റൂ. എന്തിനാ ഇത്രയും മരുന്ന്? കൂട്ടുകുടുംബാണേ. 60 അംഗങ്ങളുണ്ട്. ആർക്കൊക്കെ എപ്പോഴാ പനി, വയറുവേദന, ഛർദില് വരുന്നെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ 10 പേര് ആശുപത്രിയിലുണ്ട്. ധൃതിയുണ്ട്. പണം എത്ര വെച്ച് പറയാ.
ആള് വരുന്നടാ. എത്ര ലക്ഷം രൂപയായാലും കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കാൻ ഇതെന്താ സ്കൂളിൽ കിട്ടുന്ന ഉപ്പാവാണോ? അങ്ങനെ പറയരുത് സ്വാമി. ഇപ്പൊ തന്നെ 20 ലക്ഷം റുപ്യ അനാഥ മന്ദിരത്തിന് പുളിങ്കുരു വേണ്ടി കൊടുക്കണ പോലെ കൊടുത്തില്ലേ? ഇനിയും കൊടുക്കും. എനിക്ക് എന്തിനാ കാറും ബംഗ്ലാവും ഒക്കെ? അങ്ങനെ ഒരു ജീവിതം നാം കാക്ഷിക്കുന്നില്ലല്ലോ. അതറിയാം. എന്നാലും ഇന്ത്യയിൽ തന്നെയുള്ള നമ്മുടെ മറ്റ് ആശ്രമങ്ങൾ സന്ദർശിക്കാൻ സ്വന്തമായ ഒരു വിമാനം വാങ്ങിച്ചൂടെ? എത്ര കാലം എന്ന് വെച്ചിട്ടാ സമയനിഷ്ഠയും വൃത്തിയില്ലാത്ത നമ്മുടെ സർക്കാരിന്റെ വിമാനത്തിൽ യാത്ര ചെയ്യാ? വിമാനം വേണേ 1-2 വാങ്ങിക്കാം. ബാക്കിയുള്ള കാശ് അനാഥ മന്ദിരത്തിന് കൊടുക്കാലോ. അനാഥ മന്ദിരത്തിലേക്കുള്ള കൊടുപ്പും നിർത്തിക്കൂടെ? ഏതാനും ചില ലക്ഷങ്ങൾ സ്വാമിയുടെ ബന്ധുക്കൾ കൊടുത്തൂടെ? എനിക്ക് ബന്ധുക്കളും. ലൗകിക ജീവിത കാലത്ത് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. ഇപ്പൊ എനിക്ക് ഏത് ബന്ധുക്കൾ? തമിഴിലൊരു ചൊല്ലുണ്ട്, തമ്പി ഉനക്ക് എതുക്ക് ബന്ധുക്കൾ ശത്രുക്കൾ. കേട്ടിട്ടില്ലേ? ഇല്ല. എന്നാ ഇപ്പൊ കേട്ടോളൂ. നടപ്പിന് ലേശം വേഗത കൂട്ടുക. കാത്തിരിപ്പുണ്ടാവോ രോഗികള്? ഓ ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാനിപ്പോ ചാവും. അത് വെറും തോന്നലാണ്. ഈ ധൂമ ചികിത്സ ഞങ്ങളുടെ സിദ്ധവൈദ്യത്തിലെ ഒരു പ്രധാന ഇനമാണ്. നിങ്ങളുടെ തലവേദനയുടെ അവസാനത്തെ ദിവസമാണെന്ന് പരമാനന്ദ ഗുരുവെ ധ്യാനിച്ച് വിശ്രമിച്ചോളൂ. പൊയ്ക്കോളൂ. അടുത്ത ആള് വരിക. ബന്ധങ്ങളുടെ കെട്ടുപാടുകൾ പൊട്ടിച്ചെറിഞ്ഞ് സർവസംഘപരിത്യാഗിയായി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ വന്ന് എന്റെ സ്വൈര്യം കെടുത്തരുത്. ഞാൻ ബന്ധുവായിട്ടല്ല, രോഗിയായിട്ടാ വന്നിരിക്കുന്നത്. എന്റെ ഇടത് കൈ നിർജീവമാണ്. അങ്ങ് വലിയ സിദ്ധവൈദ്യനാണല്ലോ. സെക്കൻഡ് വെച്ച് രോഗങ്ങൾ മാറ്റുന്ന സിദ്ധവൈദ്യൻ, എന്റെ ഈ കൈ ഒന്ന് ജീവനുള്ളതാക്കി തരണം. ഇടഞ്ഞു നിൽക്കുകയായിരുന്നെങ്കിലും ഒടുക്കം വൈദ്യർക്കൊരു രോഗം വന്നപ്പോ സ്വാമിയുടെ അടുത്ത് തന്നെ വരേണ്ടി വന്നല്ലോ. അതാ ദൈവത്തിന്റെ കളി. കൈ കുഴഞ്ഞുപോയ ഒരു രോഗിയെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും പരീക്ഷണത്തിനാണ് വന്നതെങ്കിൽ അത് വേണ്ട. സ്വന്തം കൂടപ്പുറപ്പിന്റെ കഞ്ഞികൂടി മുട്ടിച്ച് നിന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ വന്നതെന്ന് കൂട്ടിക്കോ. ഓഹോ, അപ്പൊ അതൊക്കെയാണ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ. നമുക്കിത് നിഷ്പ്രയാസം മാറ്റിക്കളയാം. ആദ്യം എന്റെ ഗുരുവിനെ വന്ദിക്കണം, പിന്നെ എന്നിൽ വിശ്വാസം അർപ്പിക്കണം. എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. എങ്കിൽ മിനിറ്റുകൾക്കകം ഈ കൈ വീശി വീശി നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകും. ഇതൊരു പ്രത്യേകതരം രോഗമായതുകൊണ്ട് ഒരു പ്രത്യേകതരം മരുന്ന് തന്നെയാണ് ഞാൻ പ്രയോഗിക്കാൻ പോകുന്നത്. തിരുമേനി, എന്ത് മരുന്നാണാവോ? താങ്കളുടെ അറിവിൽപ്പെടാത്ത എത്രയോ പച്ചമരുന്നുകൾ നമ്മുടെ സഹ്യാദ്രി സാനുക്കളിൽ ഇല്ല എന്നുണ്ടോ? ബ്രഹ്മർഷി പരമാനന്ദ ഗുരുവെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കാള കാടി കുടിക്കണ മാതിരി ഒറ്റ വലിക്ക് അങ്ങോട്ട് കുടിച്ചോളൂ. ഇതെന്താണെന്ന് പറഞ്ഞില്ല. അതൊരു രോഗി അറിയേണ്ട കാര്യമല്ല, വിശ്വാസമാണ് പ്രധാനം. പിന്നെ താങ്കൾ ഒരു വൈദ്യൻ കൂടി ആയതുകൊണ്ട് ഞാൻ സത്യം പറയാം. ഇത് ഉമ്മത്തിൻ കായ അരച്ചു കലക്കിയതാണ്. എടാ ദ്രോഹി, ഇരിക്കാനാ പറഞ്ഞത്. ഇവിടെ എന്റെ നിയമമാണ്. മരുന്ന് കുടിക്കൂ. ഉമ്മത്തൻകായ അരച്ച് കലക്കി കുടിച്ചാൽ ചത്തുപോകുന്ന ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഉമ്മത്തിൻകായ വിഷമാണെന്ന് എല്ലാവർക്കും അറിയൂ. പക്ഷെ ഈ പ്രത്യേക വാതരോഗത്തിന് ഉമ്മത്തിൻകായ ഔഷധത്തിന്റെ ഫലം ചെയ്യുന്ന പലർക്കും അറിയില്ല. ഓഹോ, എന്നാ തിരുമേനി ഇതിന്നൊരു കവളം കൊണ്ട് കുടിക്കുക. എന്നിട്ട് ഞാൻ കുടിച്ചോളാം. വാതരോഗം ഇല്ലാത്തയാൾ ഇത് കുടിച്ചാൽ അപ്പ തട്ടിപ്പോകും. താങ്കൾക്ക് വാതരോഗമുണ്ടല്ലോ, അതുകൊണ്ട് ധൈര്യമായി കുടിച്ചോളൂ. കഴിക്കൂ. ചാക്കോ, ഏത് ആ മുറിയുടെ മൂലയിലുണ്ടായിരുന്ന ചാക്കോ? അതിൽ തുളസിയിലായിട്ട് വെച്ചിരിക്കുക. അതെ, ആ ചാക്കോ തന്നെ. ആ സ്വാമി, ഒരു മഹാരോഗി നേരം തെറ്റി കാണാൻ വന്നിരിക്കണു. അയാളോട് പരിശോധന സമയത്ത് വരാൻ പറയൂ. കുഞ്ഞീഷ, കഴിഞ്ഞതൊക്കെ മറക്കണം. ഒന്നുമില്ലേലും ഞാൻ നിന്റെ അമ്മാവനല്ലേ? സർവസംഘ പരിത്യാഗിയായ നമുക്ക് അമ്മാവനില്ല, അമ്മായിയില്ല, അമ്മയില്ല, അച്ഛനില്ല. ഒടുവിൽ പറഞ്ഞത് ശരിക്കും സത്യമാണോ സ്വാമി? ഒന്ന് മാത്രം എനിക്ക് അറിഞ്ഞാ മതി. നിനക്ക് ഇപ്പോഴും ഇന്ദുവിനെ ഇഷ്ടല്ലേ? ഹേയ്, വന്ന കാര്യം വളച്ചു കെട്ടില്ലാണ്ട് പറഞ്ഞു തൊലയ്ക്ക് മനുഷ്യ. ഇന്ദുവിനെ നീ കല്യാണം കഴിക്കണം കുഞ്ഞീഷ. എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ? ഉണ്ട് കുഞ്ഞീഷ, നിനക്കേ അതിനുള്ള യോഗ്യതയുള്ളൂ. എന്റെ അനുജൻ ഉണ്ണികൃഷ്ണന് എന്നാണ് ആ യോഗ്യത നഷ്ടപ്പെട്ടത്? എന്തിനാ കുഞ്ഞീഷ എഴുതാപ്പുറം വായിക്കണത്? ആ കഥ കഴിഞ്ഞു എന്ന് വിചാരിച്ചോളൂ. വിചാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളൊക്കെ ചേർന്നൊരു വിത്തുപാകുന്നു, അതിന് വെള്ളമൊഴിക്കുന്നു, വളമിടുന്നു.
അങ്ങനെ അത് ചെടിയാകുന്നു, മരമാകുന്നു. ആ മരം കായ്ക്കുന്നു, കായ പഴുക്കുന്നു. അതുപോലെ നിങ്ങളുടെയൊക്കെ അധ്വാനത്തിന്റെ പഴമല്ലേ ഉണ്ണികൃഷ്ണൻ? ആ പഴം ഏതോ കാക്കകൾക്കും പട്ടികൾക്കും എറിഞ്ഞു കൊടുത്തിട്ട് ഇപ്പൊ നാണമില്ലാതെ എന്റെ മുമ്പിൽ വന്ന് മൂങ്ങുകയാണല്ലേ? ഭർത്തിയില് കൈപ്പിഴ ജന്മസിദ്ധനാണല്ലോ കുഞ്ഞീഷ്ണ. കൈപ്പിഴകളെ പറ്റിപ്പോയി, ഒരുപാട് അബദ്ധങ്ങൾ ചെന്ന് ചാടിപ്പോയി. മറക്കണം, പൊറുക്കണം. ഈ അമ്മാവനെ നീ ഒന്ന് സഹായിക്കണം. എന്റെ മകൾക്ക് നീ അല്ലാതെ ആരുമില്ല കുഞ്ഞീഷ്ണ. കള്ളം പറഞ്ഞ് എന്റെ കല്യാണം മുടക്കി, വൃത്തികെട്ടൊരു നാടകം നടത്തി നാട്ടുകാരെ മുഴുവൻ എനിക്കെതിരാക്കി, അന്തസ്സോടെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലി വെള്ളത്തിലാക്കി. ഒക്കെ ഞാൻ സഹിച്ചു. പക്ഷെ കുട്ടിക്കാലം തൊട്ട് ഒരു മുത്തുപോലെ തേച്ച് മിനിക്ക് മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന എന്റെ പെണ്ണിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, വിടില്ല ഞാൻ. അതെ, താൻ വരട്ടുണ്ടോ? താൻ വരട്ടിയ വരണ്ടോണ പീക്കിരിയല്ലയോ? തനിക്കറിയോ, താനൊരു മുത്തുപോലെ തേച്ചു മിനിക്കാ കൊണ്ട് നടന്നിരുന്നെങ്കിൽ ഇദ്ദേഹം ആ പെൺകുട്ടി ഒരു കൽപ്പവൃക്ഷം പോലെ കരണിനകത്ത് നട്ടു നനച്ച് വളർത്തിയാ കൊണ്ട് നടന്നേ. അതെങ്ങനെ പിഴുതു കളയാൻ പറ്റുമോ? എന്നോട് ആരും സംസാരിച്ചില്ല. പോ. തിരുമേനി പറഞ്ഞത് ശരിയാണ്. അങ്ങനെ പിഴുതു മാറ്റാൻ പറ്റില്ല. നിന്നേക്കാൾ മുൻപ് ഞാനാണ് അവളെ കണ്ടത്. നിന്നേക്കാൾ മുൻപ് ഞാനാണ് അവളെ സ്നേഹിച്ചത്. അമ്മായിയുടെ അന്ത്യാഭിലാഷം നിന്നേക്കാൾ മുൻപ് ജനിച്ച ഞാൻ അവളെ കെട്ടണമെന്നായിരുന്നു. അമ്മായി അങ്ങനെ പറഞ്ഞു എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല. അഥവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വല്ല ബോധക്കെട്ടുകൊണ്ട് പറഞ്ഞതായിരിക്കും. അവൾ എന്റെ പെണ്ണ, അവളെ ഞാൻ തന്നെ കിട്ടും. നീ കേട്ടില്ല. ഈ ജന്മം നിനക്കതിന് സാധിക്കില്ല. അതിനുള്ള കരുക്കൾ ഞാൻ നീക്കിക്കഴിഞ്ഞു. വെരി സോറി അനിയ, വെരി സോറി. ഓഹോ, അപ്പൊ വാശിയാണോ? വാശിയാണ്. വാശിയുടെ കാര്യത്തിൽ ഞാൻ ഒട്ടും പുറയിലല്ല. നിനക്ക് ചുണയുണ്ടേ, നീ ചെന്ന് കെട്ടടാ. അപ്പൊ അവസാന തീരുമാനം എടുത്തു കഴിഞ്ഞു. എന്നാ കാണാം. ഓ, കാണാം. നിൽക്കൂ. അടിക്കടി വഴക്കിന് വരാണ്ടിരിക്കണാണ് ആരോഗ്യത്തിന് നല്ലത്. നല്ലൊരു തടിയുണ്ടല്ലോ, അത് കേടാക്കണോ? ഇപ്പൊ ഇതിരിക്കട്ടെ, സമയം വരും. അപ്പൊ താൻ തന്നെ തന്റെ ഗുരുവിന് കൊടുത്തേക്ക്. നൊന്തോ? ലേശം. ഇശി മാറുന്നേ കൂട്ടിയേ. താലി പൂജിക്കാൻ കൊടുത്തോളൂ കുഞ്ഞികൃഷ്ണാനന്ദജി. എന്താ കുട്ടി ഇത്? അടങ്ങിയിരിക്കേ. കള്ളസിദ്ധൻ, കള്ളസിദ്ധൻ, കള്ളസിദ്ധ, മോളെ, ഇതിന് വട്ടാണെന്നാ തോന്നണേ. മോളെ, അച്ഛാ, എന്താ മോളെ ഇത്? പോടാച്ചാ. ഓ, ഇതെന്താ ശിവശങ്കരനായരെ? സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് എന്താ വിളിക്കേണ്ടത് അറിയില്ല. അയ്യോ, സന്തോഷം കൊണ്ട് ആരെങ്കിലും സ്വന്തം അച്ഛനോട് പോടാന്ന് പറയും. നോക്കി നിൽക്കാ, താലി എടുത്തു കൊടുക്ക്. കുഞ്ഞീഷ, താലി കെട്ട്. കുഞ്ഞിഷ്ണേട്ടാ, കുഞ്ഞിഷ്ണേട്ടൻ ഇന്ന് കുളിച്ചോ? കുളിച്ചല്ലോ. കണ്ടാ തോന്നൂല. ഓ, ഞാൻ ഒരുപാട് നേരം കുളിച്ചതാ. എന്നാലും ശരിയായില്ല, ഞാൻ കുളിപ്പിച്ചു തരാം. മോളെ, ഞാൻ കുളിപ്പിച്ചു മോളെ, അരുത് മോളെ. മോളെ, അയ്യോ, മോളെ, എന്താ? അത് മോളെ, അയ്യോ, ഇതൊക്കെ. മോളെ, ഇത് അങ്ങനെ കാണിക്കണേ. അങ്ങനെയല്ലേ മോളെ. അയ്യോ, എന്താ ഇത്? മോളെ, താലിയിട്ടിക്കോ. അമ്മാവാ, എന്ത് സൂക്കടയാൽ നമുക്ക് പിന്നീട് മാറ്റിയെടുക്കാം. മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് ഞാൻ കെട്ടാം. അമ്മാവ് നേരെ പിടിച്ചു തന്നാ മതി. കുഴപ്പമൊന്നുമില്ലല്ലോ. കഷ്ടായി, തലയോട്ടി പിളർന്നില്ല. 12 സ്റ്റിച്ചസേ ഉള്ളൂ. ഇവിടുത്തെ സ്ഥിതി എന്തായി? ഒരു വിധത്തിൽ പിടിച്ചകത്തിട്ട് പൂട്ടി.
ഈ നേരം വരെയും ഒച്ചയും ബഹളവും വാതിലും ചവിട്ടലും ഒക്കെ ആയിരുന്നു. ഇപ്പൊ ഇത്തിരി അടങ്ങി മട്ടുണ്ട്. ഇന്നലെ രാത്രിയിലെ തല്ലും പിടിയും കണ്ട് പേടിച്ചുണ്ടായതാവാം ഈ വിഭ്രാന്തി. കുഞ്ഞിഷ്ട, എന്റെ മോള്. അമ്മാവൻ ഭയപ്പെടാതിരിക്കെ, ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ഇങ്ങോട്ടിരിക്കെ. എത്രയോ മാറാ രോഗങ്ങൾ മാറ്റിയിട്ടുള്ള ആളല്ലേ സ്വാമി. ഇതും അങ്ങ് ഏറ്റെടുക്കുക. ഏറ്റെടുക്കാം. പ്രശ്നമൊന്നുമില്ല. എന്നാൽ ചില പ്രശ്നങ്ങളുണ്ട് താനും. അത് ഒരു രോഗി മറ്റൊരു രോഗിയെ ചികിത്സിക്കാൻ പാടില്ല എന്നാ പ്രമാണം. നിലവിളക്ക് കൊണ്ടുള്ള അടി കിട്ടിയ പിന്നെ ഞാനും ഇപ്പൊ ഒരു രോഗിയാണല്ലോ. പിന്നെ ഇപ്പൊ ഇനി എന്താ ചെയ്യാ കുഞ്ഞിഷ്ട?